ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് 2026 എങ്ങനെയാകും. ഇപ്പോൾ 2026 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തൊഴിൽ തലത്തിലും ബിസിനസ് തലത്തിലും ഫൈനാൻസ് തലത്തിലും സ്പിരിച്വൽ തലത്തിലും പഠനത്തിലുമൊക്കെ തിളങ്ങുന്ന വർഷമായിട്ട് 2026 കാണാം. നമുക്ക് വിശദമായിട്ടുള്ള ഫലം പറയുന്നതിന് മുമ്പ് 2026 ഈ കുംഭക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ശനി, രാഹു, കേതു, ഗുരു ഇവയുടെ സ്ഥിതി നോക്കുമ്പോൾ ശനി ജന്മലഗ്ന രാശ്യാധിപനാണ്, 2 നിൽക്കുകയാണ്. 2 നിൽക്കുന്ന ശനിക്ക് 2026 രാശി മാറ്റമില്ല. അതേസമയം ജൂലൈ 27 മുതൽ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതേസമയം നമ്മൾ ജന്മരാശിയിൽ രാഹു ഉണ്ട്. ആ രാഹുവിന് 2026 വർഷാവസാനം ഡിസംബർ ആകുമ്പോൾ ആ ജന്മരാശിയിൽ നിന്നും 12ലേക്ക് രാശി മാറ്റം വരുന്നുണ്ട്. കേതു പ്രത്യേകിച്ച് 7 സ്ഥിതി ചെയ്യുകയാണ്. ആ കേതുവും വർഷം അവസാനമേ ഡിസംബറിലാണ് ആ കേതുവിന് രാശി മാറ്റം വരുന്നത്. അതുവരെ ആ 7 കേതു ഉണ്ടാകും. ഗുരു എന്ന് പറയുമ്പോൾ ഗുരു ജൂൺ 1 വരെ ആ ഗുരു 5-ലായിരിക്കും. അതിനുശേഷം ആ ഗുരു ഒക്ടോബർ അവസാനം വരെ 6-ലായിരിക്കും. അതിനുശേഷം ആ ഗുരു 7ലേക്ക് രാശി മാറുന്നു. അപ്പം ഈ ഗുരു ആദ്യത്തെ 2 മാസം, അതായത് മാർച്ച് 10 വരെ ഗുരു 5-ലാണെങ്കിലും വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ സൂര്യൻ, അതുപോലെ ചൊവ്വ, ബുധൻ, ശുക്രൻ, ഈ 4 ഗ്രഹങ്ങളും വർഷാരംഭം 12-ലാണ്. ഇപ്പം ക്രമേണ ജന്മരാശിയിൽ വരുന്നു. 2-ലും 3-ലും 4-ലുമായിട്ട് ആ രാശികളിലൂടെ ഈ 4 ഗ്രഹങ്ങൾക്കും രാശി മാറ്റം വരുന്നു. അപ്പോൾ ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് നമ്മൾ വർഷഫലം അതിനനുസരിച്ചുള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. പക്ഷേ ഈ പൊതുഫലത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് പൊതുവെ 2026 ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ ദശ, അപകാരം, ഛിദ്രം 2026 നടക്കുന്നത് ജാതകത്തിൽ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും, അല്ലെങ്കിൽ ഗുണാനുഭവം കുറയും. മാത്രമല്ല, നമ്മൾ ഈ കൂറുകാർക്ക്, ഞാൻ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ ഈ കുംഭക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരും. അപ്പോൾ കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ ലഗ്നമായിട്ട് വന്നിട്ടുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിലാണോ വന്നിരിക്കുന്നത് കൂടെ നോക്കണം. അതിനനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് 2026 ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി, പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപമായിട്ടുള്ള ശനി 2-ൽ നിൽക്കുന്നു. ജന്മരാശിയിൽ രാഹു ഉണ്ട്. എങ്കിലും 5-ൽ ഗുരു സ്ഥിതി ഉണ്ടെങ്കിലും മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ആരോഗ്യകാര്യത്തിൽ വർഷാരംഭത്തിൽ ശ്രദ്ധിക്കണം. 7-ലൊക്കെ കേതു ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു വർഷാരംഭത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ ജന്മരാശിയിലൊക്കെ രാഹു ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം, ഒരു ഉത്കണ്ഠ, അല്പം മുൻകോപം, പ്രകോപനപരമായിട്ട് ഏത് കാര്യത്തിലും റിയാക്ട് ചെയ്യുക,
അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല നമുക്ക് ഉറക്കക്കുറവിനൊക്കെ അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്നൊക്കെ വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. മെയ് എൻഡ് വരെ ഗുരു ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട്. അത് നമുക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകും. ഇപ്പം ജന്മരാശിയിൽ ഇപ്പോൾ രാശ്യാധിപൻ 2 നിൽക്കുന്നു, രാശിയിൽ രാഹുവുണ്ട്. ആ രാഹു മുഖാന്തരം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. ആത്മീയ ചിന്ത കൂടും. പ്രത്യേകിച്ച് ഗുരുവൊക്കെ 5 നിൽക്കുന്നത് ആത്മീയ ചിന്ത കൂടുന്നതിനും അത് നമുക്ക് മാനസികമായിട്ട് പിരിമുറുക്കം കുറയ്ക്കുന്നതിനും മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ 5ലെ സ്ഥിതിയും ജന്മരാശിയിലെ ദൃഷ്ടിയും വഴിതെളിക്കും. ഇനി നമുക്ക് മാർച്ച് 10 വരെ ഗുരു എങ്കിലും വക്രത്തിലാണ്, 2ൽ ശനിയുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിവതും 2ാം ഭാവാധിപനാണ് വക്രത്തിൽ നിൽക്കുന്നത്, 2ലാണെങ്കിൽ ശനിയുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി അവസാനത്തോടെ ഈ 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലൊക്കെ വരികയാണ്. അതും നമുക്ക് പ്രത്യേകിച്ച് ഈ അലർജി സംബന്ധമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ന്യൂറോ സംബന്ധമായിട്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അതിൽ ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസം 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചരാശിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് നീചരാശിയിൽ വരുന്നു. 8ൽ ആ ബുധൻ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 8ാം ഭാവാധിപൻ 8ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊരു ആശ്വാസം നൽകുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. മെയ് കഴിയുമ്പോൾ ഗുരു 6ലേക്ക് മാറുന്നു, ഉച്ചരാശിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ശനിയെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂൺ അവസാനമൊക്കെ ആകുമ്പോൾ 6ലേക്ക് വരുന്നു. അതൊരു വിപരീത രാജയോഗമാണ്. അതും നമുക്ക് അങ്ങനെ 6ലേക്കൊക്കെ വിപരീത രാജയോഗം വരുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വന്നാൽ തന്നെയും അതിന് നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ മെഡിക്കൽ കെയറിലൂടെ നമുക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ജൂലൈ മാസം സൂര്യൻ 6ൽ വരുന്നു. അതും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുന്നതിന് സഹായകമാണ്. സെപ്റ്റംബർ 8 ആവുമ്പോൾ സെപ്റ്റംബറിൽ ഈ 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8 തന്നെ വരുന്നു. അതും വിപരീത രാജയോഗമാണ്. അതും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു 7ലേക്ക് വരുന്നു. ആ ഗുരുദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി തരും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി. ഇപ്പോൾ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. വർഷാരംഭം ആ ചൊവ്വ 11ലും ക്രമേണ 12ലും ക്രമേണ ഉച്ചരാശിയിലും 12ൽ ഉച്ചരാശിയിലൊക്കെ വരികയാണ്. അതുപോലെ ഗുരു ശനി ഒക്കെ തന്നെ 11ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽപരമായിട്ട് നമുക്കത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ മാർച്ചിലൊക്കെ ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. ശനിയും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ ആ 2ൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വർക്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഗുരുവിൻ്റെ വക്രസ്ഥിതിയും മാർച്ച് 10 മാറുന്നുണ്ട്. അതും നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. മെയ് അവസാനം വരെ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ജന്മരാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. അതൊക്കെ നമുക്ക് ഈ കർമ്മ മേഖലയിലൊക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ജന്മരാശിയിലെ രാഹു സഹായകമാണ്. പക്ഷേ നമ്മൾ സംസാരത്തിൽ അല്പം ശ്രദ്ധിക്കണം. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അവിടെയൊക്കെയാണ് ജന്മരാശിയിലെ രാഹുവിനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വരുമ്പോൾ ആ സൂര്യൻ എന്ന് പറയുന്ന 7ാം ഭാവാധിപനാണ്. അത് 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ 3ാം ഭാവാധിപൻ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ അതുപോലെ 10ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 3ൽ സ്വക്ഷേത്രത്തിൽ വരുന്ന സമയമൊക്കെയാണ്. അതൊക്കെ നമുക്ക് വർക്കിൽ ഉയർച്ച ഉണ്ടാക്കും. കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടും.
ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, അതായത് തൊഴിൽ അന്വേഷകർക്ക് വളരെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അപ്പോൾ ജൂണിലൊക്കെ ആകുമ്പോൾ ഗുരു 6ലേക്ക് മാറുകയാണ് ഉച്ചരാശിയിൽ. അത് നമുക്ക് ഈ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ തൊഴിലുമായിട്ട് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ, ആ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിജയം ഉണ്ടാകും. അതുപോലെ കുജനും ഗുരുവൊക്കെ 10ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ കുജനും ഗുരുവും 10ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പൊതുവേ നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്നതിന് സഹായകമാണ്. ഇപ്പോൾ പൊതുവേ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ജൂൺ ജൂലൈ മാസം വളരെ അനുകൂല സമയമാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം, സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ജൂലൈ ലാസ്റ്റ് മുതൽ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം ശനി 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു കരുതൽ, ഒരു അച്ചടക്കമൊക്കെ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. വർക്കിൽ ഡെഡിക്കേഷൻ കുറയാൻ സാധ്യതയുണ്ട് ശനി വക്രത്തിലാകുമ്പോൾ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ പകുതിയോടെ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നീചരാശിയിലേക്ക് വരികയാണ്. അത് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കുറയ്ക്കും. തൊഴിൽ അന്വേഷകർക്ക് അല്പം ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ്. അതായത് കൂടുതൽ എക്സ്ട്രാ വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഗുരു 6ലൊക്കെ ഉച്ചസ്ഥിതിനായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ കർമ്മഭാവാധിപന് നീചസ്ഥിതി വന്നാലും ആ ഗുരുവിൻ്റെ 6ലെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആ ഗുരു 7ലേക്ക് മാറുന്നു. അതുപോലെ കുജനും 7ലേക്ക് മാറുന്നു. അപ്പോൾ 7 എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ നമുക്ക് 10ൻ്റെ 10ാം ഭാവം എന്ന് പറയാം. അപ്പോൾ അതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. കുജനും അതുപോലെ ഗുരുവുമായിട്ടൊക്കെയുള്ള യോഗം അത് ഗുണം ചെയ്യും. ജന്മരാശിയിലൊക്കെ അത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സൂര്യനും 10-11 രാശികളിലൊക്കെ ആയതുകൊണ്ട് തൊഴിൽപരമായിട്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുമെന്ന് തന്നെ പറയാം. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ നമുക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് വർഷാവസാനം നവംബർ ഡിസംബർ മാസങ്ങളിൽ. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസൊക്കെ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രവിയും ശുക്രനും ബുധനും ഒക്കെ 12ലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം ബിസിനസ് പരമായിട്ട് സഡൻ എക്സ്പെൻസ്, ചിലവ് കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ഫെബ്രുവരിയിലൊക്കെ ആകുമ്പോൾ ജന്മരാശിയിലൊക്കെ വരുന്നു. രാഹുവുമായിട്ട് ആ സൂര്യന് ബന്ധം വരുന്നു. 7ലാണെങ്കിൽ കേതു ഉള്ള സമയമാണ്. അപ്പോൾ ബിസിനസ്സിലൊരു ടെൻഷൻ, അല്ലെങ്കിൽ ബിസിനസ്സിലൊരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. ബുധൻ ശുക്രന്മാർ ജന്മരാശിയിലുള്ളത് പൊതുവെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. മാർച്ച് 10 വരെ ഗുരു വക്രത്തിലാണ്. വക്രത്തിൽ നിൽക്കുന്നു. 11ലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ ഗുരു വക്രത്തിലാണ് 11 ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ധനക്കുറവൊക്കെ നമുക്ക് ബിസിനസ്സിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ബിസിനസ്സിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. അതുപോലെ ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ നമുക്ക് ഈ മാർച്ച് പകുതി മുതൽ ജൂൺ വരെയുള്ള സമയം ഗുണാനുഭവം ഉണ്ടാക്കും ബിസിനസ്സുകാർക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. പൊതുവേ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമായിരിക്കും. അതേസമയം ബിസിനസ്സുകാരനായിട്ടുള്ള ബുധൻ ജൂലൈ മാസത്തിൽ വക്രസ്ഥിതിയിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ജൂൺ മുതൽ ഗുരു 6ൽ ഉച്ചസ്ഥിതിയിലാകുമ്പോൾ ഈ കടബാധ്യതകൾ എന്തെങ്കിലും ബിസിനസ്സിലുണ്ടെങ്കിൽ ആ കടബാധ്യതയൊക്കെ തീർക്കാനാകും. അതിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്.
സാമ്പത്തികമായിട്ടും ചില നേട്ടങ്ങൾ ആ സമയത്ത് പ്രതീക്ഷിക്കാം. ഗുരു 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6-ൽ നിന്നുകൊണ്ട് 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആഗസ്റ്റ് പകുതിയോടുകൂടി ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ൽ തന്നെ വരികയാണ്. അപ്പോൾ അത് ബുധനും 7-ൽ വരുന്നുണ്ട്, ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ ബിസിനസ്സിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു 7-ലേക്ക് മാറുന്നതും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം, ലാഭവർദ്ധനവിനൊക്കെ അത് വഴിതെളിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം ബുധനും കുജനും ശുക്രനും സൂര്യനും ഒക്കെ ജന്മ രാശിയിലൊക്കെ വരുന്നുണ്ട്. അത് പഠനത്തിലൊക്കെ ആത്മവിശ്വാസം കൂട്ടും, പഠനത്തിൽ ഫോക്കസ് കൂട്ടും, ബുദ്ധിശക്തി, മെമ്മറി പവറൊക്കെ കൂടുന്നതിന് സഹായകമാണ്. കാരണം 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 5-ൽ നിൽക്കുകയാണ്. മാർച്ച് ആദ്യത്തെ 3 വാരം നമ്മൾ പഠിതാക്കൾ അല്പം ശ്രദ്ധിക്കണം. കാരണം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പഠന സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിലൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ വരാം. അപ്പോൾ അവിടെ ശ്രദ്ധ വേണം. അതേസമയം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, സഡൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അഷ്ടമഭാവാധിപനാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കണം. അതേസമയം 4-ഉം 9-ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് കൊണ്ട് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്തൊക്കെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ് ആ ശുക്രൻ്റെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത്. കാരണം ശുക്രൻ എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപനും കൂടെയാണ്. ഇപ്പം മെയ് ആദ്യ പകുതി 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2-ൽ നീചസ്ഥിതനാകുന്നു എങ്കിലും ആ 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ൽ ഇഷ്ടസ്ഥാനത്തുണ്ട്. അത് മാത്രമല്ല ബുധനും ഗുരുവും ഒക്കെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പഠനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അത് പരിഹരിക്കുന്നതിന് ആ ബുധൻ്റെയും ഗുരുവിൻ്റെയും രാശി പരിവർത്തനം സഹായകമാകും എന്ന് പറയാം. ജൂൺ 2 ആകുമ്പോൾ ഗുരു 6-ലേക്ക് മാറുന്നു, ഉച്ചസ്ഥിതിയിലേക്ക് മാറുന്നു. 2-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വളരെ അനുകൂല സമയമാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആ സമയത്ത് ഗുണം ചെയ്യുന്ന സമയമെന്ന് പറയാം. അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകും. ഇപ്പോൾ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ൽ വക്രത്തിലാകുന്ന സമയം. അത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണെന്നറിയുക. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാം. പഠന സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാലതാമസമൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ആ സമയത്ത് ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ബുധൻ വക്രത്തിലാകുമ്പോൾ. ആഗസ്റ്റ് അവസാനത്തോടു കൂടി നമുക്ക് ഈ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. രവിയും ബുധനും ഒക്കെ 7-ൽ വരുന്നു. ശുക്രൻ 9-ാം ഭാവാധിപനായിട്ട് 9-ൽ വരുന്നു. പഠിതാക്കൾക്ക് വളരെ അനുകൂല സമയമാണ് ആഗസ്റ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ അവർ ശോഭിക്കും. അതുപോലെ തന്നെ ഗവേഷണത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. നമുക്ക് ഏത് വിഷയത്തിലായാലും ഡീപ്പായിട്ടുള്ളൊരു നോളജ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. സെപ്റ്റംബർ അവസാനത്തോടെ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അത് ഉന്നത പഠനമൊക്കെ ശക്തമാക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു 7-ലേക്ക് വരുന്നതും വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. അങ്ങനെ ബുധനും ശുക്രനും ഒക്കെ ഇഷ്ടസ്ഥാനങ്ങളിലൂടെയാണ് ആ നവംബർ ഡിസംബറിലൊക്കെ സഞ്ചരിക്കുന്നത്. അതും പഠിതാക്കൾക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ വർഷാരംഭം അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഇവർക്ക് വന്നുവിടാൻ സാധ്യതയുണ്ട്. കാരണം ധനഭാവാധിപനും 11-ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ 5-ലാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടാകും. അതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് 10 കഴിയുമ്പോൾ ഈ സ്ഥിതിയിൽ മാറ്റം വരും. നമുക്ക് ആ ഗുരു നേർസഞ്ചാരത്തിലാവുന്നു.
ഗുരുവിൻ്റെ ആ 11ലെ ദൃഷ്ടി ധനാഗമം കൂടുന്നതിന് വഴിതെളിക്കും. അപ്പോൾ പൊതുവെ ഒരു 11ാം വേഴത്തിൻ്റെ അവസ്ഥ നേർസഞ്ചാരത്തിൽ ഗുരു വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഗുണാനുഭവം ഉണ്ടാകും. മാർച്ച് മാസം 4, 9 ഭാവാധിപൻ യോഗകാരകനുമായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ ധനസ്ഥാനത്താണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ധനഭാഗ്യത്തിനും സമ്പാദ്യവർദ്ധനവിനൊക്കെ നമുക്ക് വഴിയൊരുക്കുമെന്ന് പറയാം. അതുപോലെ ഏപ്രിൽ പകുതിയോടുകൂടി കുടുംബത്തിൽ സന്തോഷം, അതുപോലെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ശുക്രൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ ജൂണിലൊക്കെ ഗുരു 6ാം ഭാവത്തിൽ ആറാം ഭാവരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഒക്ടോബർ വരെ ആ ഗുരു ധനകാരകനും കൂടിയാണ്. ഗുരു 6ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് ജൂൺ അവസാനം വരെ ബുധൻ 5ൽ ഉണ്ട്. 5 നിൽക്കുന്ന ബുധൻ 11ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്കുണ്ടാകും എന്ന് പറയാം. ഓഹരി വിപണി വഴിയോ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ ഒക്കെ നമുക്ക് ഈ 5ലെ ബുധൻ 5ൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യും. നമുക്ക് അതുപോലെ ഈ 6ലൊക്കെ ഗുരു ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ ഈ കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാനാകും. ആ കടം വീടുന്നതിനൊക്കെ കഴിയും. ചിലർക്ക് ഇപ്പോൾ പണപരമായിട്ടുള്ള എന്തെങ്കിലും കേസുകളുള്ളവർക്ക് ആ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ 6ലൊക്കെ നമുക്ക് ഇപ്പോൾ ലോൺ വഴി എന്തെങ്കിലുമൊക്കെ ലോൺ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗുരു 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജൂലൈ 27 മുതൽ 2 നിൽക്കുന്ന ശനി വക്രത്തിലാകുന്നു. ആ സമയത്ത് നമ്മൾ ധനപരമായിട്ട് അല്പം ശ്രദ്ധിക്കണം. വിദേശത്തു നിന്നുള്ള ധനാഗമം കുറയാൻ ഇടയുണ്ട്. കാരണം 12ാം ഭാവാധിപനും കൂടിയാണ് ആ ശനി. ആ ശനി 2 നിൽക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊക്കെ കിട്ടാവുന്ന ആ സാമ്പത്തിക നേട്ടത്തിന് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ 12ൽ ഈ ഗുരുദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ധനപരമായിട്ട് ചെലവ് കൂടാൻ സാധ്യത കാണുന്നു. സെപ്റ്റംബറിൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നു. ധനകാരകനായിട്ടുള്ള ഗുരു, ആ ഗുരു എന്ന് പറയുമ്പോൾ 2ഉം 11ഉം ഭാവാധിപനാണ്. ആ ഗുരു നവംബർ ഡിസംബർ മാസങ്ങളിൽ 7ൽ വരുന്നു. 11ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വർഷത്തിൻ്റെ അവസാനത്തെ 2 മാസം എന്ന് പറയുന്നത് ധനവരവ് കൂടാൻ സാധ്യത കാണിക്കുന്നു. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് വിവാഹത്തിലും ദാമ്പത്യബന്ധത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ കാണുന്നത്. കാരണം 7ൽ കേതു. അപ്പോൾ വർഷാവസാനം വരെ ആ കേതു 7ലുണ്ട്. ഡിസംബറിലാണ് കേതുവിന് മാറ്റം വരുന്നത്. അതുപോലെ വർഷാരംഭത്തിൽ 7ൽ കുജൻ്റെ ദൃഷ്ടി. അപ്പോൾ വിവാഹ ആലോചനകൾ വന്നാലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യക്കുറവിനൊക്കെ സാധ്യത കാണിക്കുന്നു. ജന്മരാശിയിൽ രാഹു, ക്രമേണ സൂര്യനും ബുധനും ശുക്രനും കുജനും ഒക്കെ തന്നെ ജന്മരാശിയിൽ വരുന്നു. രാഹുവുമായിട്ട് യോഗം വരുന്നു. പൊതുവെ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ ഒരു ആലോചന വന്നാലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഗുരു മാർച്ച് 10 വരെ വക്രത്തിലാണ്. അതും നമുക്ക് തീരുമാനം എടുക്കുന്നതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. മാർച്ച് 10 കഴിയുമ്പോൾ 5ലെ ഗുരു നേർസഞ്ചാരത്തിലാവുന്നു. ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു, 11ൽ ദൃഷ്ടി ചെയ്യുന്നു. ശുക്രൻ ആ സമയത്ത് 2ലൊക്കെ ഉച്ചസ്ഥിതനാകുന്നു. അതുപോലെ മാർച്ച് മുതൽ ആലോചനകൾ വേഗത്തിലാകും. അതുപോലെ തന്നെ ഈ സുഖസ്ഥാനത്ത് ശുക്രൻ വരുന്നതും നമുക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും കുടുംബ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പകുതിയാവുമ്പോൾ
3 ഉച്ചരാശിയിലേക്ക് വരികയാണ്. അത് പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് വിവാഹം വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ, ഇപ്പോൾ വിവാഹിതരായവർക്ക് ജീവിത പങ്കാളി വഴി ഭാഗ്യനേട്ടങ്ങൾ, അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ നിശ്ചയം വഴി ഭാഗ്യനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പം മെയ് പകുതിയോടുകൂടി ശുക്രൻ 5-ൽ വരുന്നു. 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ൽ തന്നെ. അത് പ്രത്യേകിച്ച് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിന് സാധ്യത കാണിക്കുന്നു. ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരു 6-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. അതുപോലെ ജൂണിൽ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ൽ വരുന്നു, 11-ൽ ദൃഷ്ടി ചെയ്യുന്നു. ആ സമയം വിവാഹ ആലോചനകൾക്ക് സാധ്യതയുണ്ട്. ജൂലൈ മാസം ശുക്രൻ 7-ൽ വരുന്ന സമയവും ആഗസ്റ്റിൽ സൂര്യൻ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ൽ വരുന്നതും, അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ൽ വരുന്നതും നമുക്ക് ഈ വിവാഹത്തിന് സാധ്യത കാണിക്കുന്നു. ആലോചനകൾക്ക് അനുകൂല സാധ്യത കാണുന്നു. അതുപോലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരുവൊക്കെ 7-ലേക്ക് മാറുന്നതും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 7-ൽ കേതു വർഷാവസാനം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചനകളിലൊക്കെ ഒരു താല്പര്യക്കുറവുണ്ടാകാം. ചിലപ്പോൾ ആലോചന വന്നാൽ തന്നെയും അതിൽ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം. 7-ൽ ആ കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലും നമുക്ക് ഈ ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം 7-ൽ കേതു ഉണ്ട്. അപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻ്റാണ്, ഒരു സുഖക്കുറവ് ആ ബന്ധത്തിൽ കാണുന്നുണ്ട്. വർഷാരംഭമൊക്കെ സൂര്യനൊക്കെ 7-ാം ഭാവാധിപൻ 12-ലാണ്. അപ്പോൾ അതും ഒരു ദാമ്പത്യ ബന്ധത്തിൽ സുഖക്കുറവ് കാണിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വർഷാരംഭത്തിലൊക്കെ ഉണ്ടായെന്ന് വരാം. അതുവഴിയുള്ള ധനച്ചെലവ് അതൊക്കെ അതിനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മാർച്ചിലൊക്കെ ആകുമ്പോൾ സൂര്യനും ശനിയും ശുക്രനും ഒക്കെ യോഗം വരുന്നുണ്ട്. അത് ദമ്പതിമാർക്കിടയിൽ ഇപ്പോൾ സൂര്യനും ശുക്രനുമായിട്ടുള്ള യോഗം വരുമ്പോൾ ഒരു ഭിന്നത, അതുപോലെ സൂര്യനും ശനിയുമായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ ഒരു ഭിന്നത. അപ്പം മാർച്ച് ആ സമയത്ത് മാർച്ചിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ ഈഗോ ഇഷ്യൂസ് ദമ്പതിമാർക്കിടയിൽ വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ 7-ാം ഭാവാധിപൻ ഏപ്രിൽ മാസം ഉച്ചസ്ഥിതനാകുമ്പോൾ ജീവിത പങ്കാളി വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. ദമ്പതിമാർക്ക് ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നു. അപ്പം റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്നതിനും ഒക്കെ അത് വഴിതെളിക്കും. വർഷാവസാനമൊക്കെ ഗുരു 7-ലൊക്കെ വരുമ്പോൾ ദാമ്പത്യ ബന്ധമൊക്കെ മെച്ചപ്പെടും. ദമ്പതിമാർക്കൊക്കെ ഡിവൈൻ നോളജ് ഉണ്ടാകും. അപ്പോൾ അത് പരസ്പരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ കഴിയും. മാത്രമല്ല അവർക്ക് ദൂരെ യാത്രകൾക്ക്, ഷോപ്പിങ്ങിന്, വിലപിടിപ്പുള്ള ഐറ്റങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.